നമസ്കാരം. ചിങ്ങമാസം പിറക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല എന്നുള്ളതാണ്. ചിങ്ങമാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചിങ്ങമാസം പിറക്കുമ്പോൾ തന്നെ ഈ നാളുകാർക്ക് ശുഭഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഇവിടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ കടന്നു വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതെല്ലാം നാളുകാർക്കാണ് അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ, ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ കുബേരദേവനെ വന്ദിക്കുക. ഓം കുബേരായ നമഃ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുക, തൊഴിൽപരമായി ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സംരംഭകർക്ക് നേട്ടങ്ങൾ, തൊഴിൽ മേഖല, കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. ബാങ്കുമായി ബന്ധപ്പെട്ട് വായ്പ ലഭിക്കുവാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ കൈവായ്പ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാം. കടബാധ്യതകൾ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ചില ആകുലതകൾ പരിഹരിക്കുവാനുള്ള പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാവുന്നതാണ്. പുതു സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ജന്മനാട്ടിലേക്ക് തിരികെ വന്നു ചേരുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. പല കാര്യങ്ങളിലും ശാഠ്യം ഒഴിവാക്കുന്നത് നേട്ടങ്ങൾക്ക് കാരണമായി തീരും. ഇരുചക്ര വാഹനം അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ ഒരുങ്ങും. ഈ സമയം പല കാര്യങ്ങളും വാങ്ങുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ അല്ലെങ്കിൽ പുനരാരംഭിക്കുവാനുള്ള ചർച്ചകൾ, കാര്യാലോചനകൾ നടക്കാവുന്ന സമയം കൂടിയാണ്. പല വഴികളിലൂടെയും ധനം ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പല വഴികളിലൂടെയും ധനം, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന ഒരു മാസം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ടതായ ചുമതലകൾ ഏറ്റെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും കൃത്യതയോടെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ യശസ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുവാൻ സഹായകരമായി തീരും. കൂടാതെ ഈ സമയം ബാങ്ക് വായ്പ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടെ തന്നെ പല കാര്യങ്ങളും വിപുലീകരിക്കുക, പല ആവശ്യങ്ങളും നടത്തിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും സ്വീകരിച്ച് നേട്ടങ്ങൾക്ക് അത് സഹായകരമായി തീരും. പല കാര്യങ്ങളിലും വ്യക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനം വന്ന് ചേരുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം ദൃഢമാകുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലും പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. മത്സരങ്ങൾ, അഭിമുഖ പരീക്ഷകളിൽ എന്നിവയിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വാഹനങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഫ്ലാറ്റ്, വീട് അല്ലെങ്കിൽ സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ ഇരുചക്ര വാഹനം, മറ്റു വാഹനങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. സാമ്പത്തികമായ സംതൃപ്തി വന്നു ചേരാം. ധനപരമായ പ്രയാസങ്ങൾ, കടബാധ്യതകൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള പുതുവഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാവുന്നതുമാണ്. ചിത്തിര. ചിത്തിര നാളുകാർക്കും ചിങ്ങമാസവുമായി ബന്ധപ്പെട്ട് ധനനേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ കൂടുതലായും വന്ന് ചേരാവുന്ന ഒരു സമയം തന്നെയാണ്. പ്രതീക്ഷിക്കാതെയായിരിക്കും നേട്ടങ്ങൾ വന്നു ചേരുക. നേട്ടങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു സമയം തന്നെയാണ്. 11-ലെ ആദിത്യൻ തൊഴിൽ രംഗത്ത് പോലും വിജയിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. പലരുടെയും പിന്തുണ, പ്രത്യേകിച്ചും ഉന്നതരായ വ്യക്തികളുടെ പിന്തുണ
ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ്. മത്സരങ്ങളിൽ പോലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ആഗ്രഹിച്ചതായി ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലും ധന നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രമോഷൻ, ഇൻക്രിമെന്റ്, ബോണസ് തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ധന നേട്ടങ്ങൾക്ക് സഹായകരമായി തീരും. പല കാര്യങ്ങളിലും ഒരു ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കും. പഠനത്തിലും ഉയർച്ച നേടുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ധന നേട്ടങ്ങൾക്ക് അനുകൂലമാകുന്ന ചില കാര്യങ്ങൾ, മുടങ്ങിപ്പോയതായ ചില കാര്യങ്ങളാണ് എങ്കിലും നടക്കാം. അനിശ്ചിതത്വം പല കാര്യങ്ങളിലും നീങ്ങുന്നതായ സാഹചര്യം വന്നു ചേരും. കുടുംബത്തിന്റെ സഹകരണം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വന്നു ചേരാം. ധന നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന പുതിയ ബിസിനസ്സുകൾ, സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. താൽക്കാലികമായ ധന നേട്ടങ്ങൾ, അതായത് താൽക്കാലികമായ തൊഴിൽ അവസരങ്ങൾ പോലും വന്നു ചേരാം. യാത്രാ ക്ലേശങ്ങൾ പോലും പരിഹരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചെലവുകൾ വർദ്ധിക്കും എങ്കിലും ധനപരമായ നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും അഥവാ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു സമയമായി തന്നെ പരാമർശിക്കാം. വിശാഖം നാളുകാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് പുരോഗതി പ്രകടമാകുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മനസ്സിലെ പലവിധ ചാഞ്ചാട്ടങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കും. ഒരു കാര്യത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. ധാരാളം അവസരങ്ങൾ സംജാതമാകുന്ന സമയമാണ്. കൂടാതെ അധികാരമുള്ള ചുമതലകൾ ലഭിക്കാം. തൊഴിൽ രംഗത്തും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വ്യക്തി ജീവിതത്തിലും സമ്മർദ്ദം കുറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വാഗ്ദാനങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. ജോലിയിൽ നിന്നും വിരമിച്ചവർക്കും അനുകൂലമായ അവസരങ്ങൾ തേടിയെത്താം. കൂടാതെ താൽക്കാലികമായ ജോലികൾ പോലും തേടിയെത്താം. പ്രവാസ സാധ്യതകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. പലവിധ ഉത്കണ്ഠകൾ പരിഹരിച്ച് ധന നേട്ടങ്ങൾക്ക് സഹായകരമായ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. മാനസിക ക്ലേശങ്ങൾ നിങ്ങൾക്ക് കുറയ്ക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളിലും മന്ദഗതി ഉണ്ടായിരുന്നു എങ്കിലും അത് വീട് പണി, തൊഴിൽപരമായ കാര്യങ്ങൾ, ബിസിനസ് പരമായ കാര്യങ്ങളാണ് എങ്കിലും അത് പരിഹരിക്കുവാൻ സാധിക്കും. ബന്ധുക്കളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും സഹായങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ജീവിത പങ്കാളിയിൽ നിന്നും പിന്തുണ ലഭിക്കാവുന്ന സമയം തന്നെയാണ്. പൊതുവിൽ ധന നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുക, ഭാഗ്യം തുണയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു മാസമായി തന്നെ പരാമർശിക്കാം. ധന നേട്ടങ്ങൾക്ക് കൂടുതലായും അവസരങ്ങൾ വന്നു ചേരാം. അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ, പുരോഗതി വന്നു ചേരാം. അത് വിദ്യയിലാണ് എങ്കിലും വന്നു ചേരാം. തൊഴിലന്വേഷണം പാഴാകുന്നതല്ല. താൽക്കാലികമായ തൊഴിലാണ് എങ്കിലും ലഭിക്കാം. ധനം കൈകളിലേക്ക് വന്നു ചേരുന്ന സമയം. ബിസിനസ് പരമായ ഉയർച്ച, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ അപ്രതീക്ഷിതമായി തന്നെ ധനം കൈകളിൽ നിറയുന്നതായ ഒരു സമയം തന്നെയാണ്. കുടുംബത്തിന്റെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ മനസ്സറിഞ്ഞ് തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കും. കൂടാതെ എതിരാളികളെ നിഷ്പ്രഭമാക്കുവാൻ സാധിക്കും വിധം കരുനീക്കങ്ങൾ നടത്തുവാൻ സാധിക്കും. കൂടാതെ ഭാഗ്യം നിങ്ങൾക്ക് തുണയ്ക്കുകയും തിരിച്ചടി അത് നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്നാൽ ചില സമയങ്ങളിൽ അകാരണമായ ഭയം തോന്നാവുന്നതാണ്. അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. സമയബന്ധിതമായി തന്നെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ആത്മവിശ്വാസം പുലർത്തുവാൻ സാധിക്കുന്ന സമയമാണ്. തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരുക. വരുമാന മാർഗം തന്മൂലം ഉയർത്തുവാൻ സാധിക്കുക. സ്നേഹബന്ധം കൂടുതൽ ദൃഢമാവുക. കൈവായ്പകൾ, ബാങ്ക് വായ്പ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുക. കടബാധ്യതകൾ പരിഹരിക്കുവാനുള്ള പുതുവഴികൾ തേടുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. തിരുവോണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം പരിശ്രമങ്ങൾ ഭാഗികമായാണ് എങ്കിലും വിജയിക്കുവാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ രംഗത്ത് അല്പം ഉയർച്ച വന്നു ചേരാം. പ്രതീക്ഷിക്കുന്നതായ സഹായം ലഭിക്കാവുന്നതായ സമയമാണ്. ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാം. ആഘോഷങ്ങളിൽ പങ്കുചേരുവാൻ സാധിക്കുക. ധന നേട്ടങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. തൊഴിൽപരമായ നേട്ടങ്ങൾ, ധന നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം.
കൂടാതെ നാട്ടിലേക്ക് എത്തുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങൾക്ക് വന്നു ചേരും. ദേഹസുഖം, മനസുഖം വന്നു ചേരാം. അപരിചിതമായുള്ള സാമ്പത്തിക ഇടപാടുകൾ അത് വളരെയധികം ശ്രദ്ധിച്ചില്ല എങ്കിൽ നഷ്ടത്തിൽ കലാശിക്കാം. കൂടാതെ ഈ സമയം വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടാം. ബിസിനസ്സുകാർക്ക് ധനലാഭം വന്നു ചേരുന്ന സമയമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നതായ ധനം അത് വായ്പയായാണ് എങ്കിലും അതല്ല നിങ്ങൾക്ക് മറ്റ് വഴികളിലൂടെയാണ് എങ്കിലും സ്വരുക്കൂട്ടുവാൻ സാധിക്കുന്ന സമയമാണ്. അത്തരത്തിൽ ധന നേട്ടങ്ങൾ അപ്രതീക്ഷിതമായി വന്നു ചേരുക, കടബാധ്യതകൾ പരിഹരിക്കുന്നതിനുള്ള വഴികൾ തെളിയുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതായ സമയമാണ്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട തിരിച്ചടികൾ ശരിയായ രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാകുന്നു. പൊതുവിൽ ഈ സമയം അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി പ്രാർത്ഥന കേട്ടിരിക്കുന്ന സമയമാണ് എന്ന രീതിയിൽ തന്നെ അപ്രകാരം അനുകൂലമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കുവാൻ സാധിക്കും. പൂരാടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു സമയം തന്നെയാണ്. പുരോഗതി ജീവിതത്തിൽ പ്രകടമാകുന്ന സമയമാണ്. കഷ്ടതകളിൽ നിന്നും സന്തോഷകരമായ സാഹചര്യങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്ന സമയമാണ്. ജോലിയിൽ ഉയർച്ച വന്നു ചേരാം. തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. കാരണം തൊഴിൽ തേടിയുള്ള അലച്ചിൽ അവസാനിക്കുന്നതായ സമയമാണ്. താൽക്കാലികമായ തൊഴിലാണ് എങ്കിലും ലഭിക്കാം. വായ്പ തുടങ്ങിയ കാര്യങ്ങൾ, സഹായം തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാവുന്നതായ സമയമാണ്. ധനപരമായ സമ്മർദ്ദങ്ങൾ കുറഞ്ഞു തുടങ്ങുന്നതായ സമയമാണ്. പ്രണയ സാഫല്യത്തിലേക്ക് കടക്കാവുന്ന ഒരു സമയം തന്നെയാകുന്നു. അവിവാഹിതർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. പിതാവുമായി ബന്ധപ്പെട്ട് ഉയർച്ച അല്ലെങ്കിൽ തൊഴിൽപരമായ ഉയർച്ച, കലയുമായി ബന്ധപ്പെട്ട് ധനനേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആദരിക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. ഗൃഹനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാം. കുടുംബജീവിതം അനുകൂലമായി തീരാവുന്ന ഒരു സമയം തന്നെയാകുന്നു. ആത്മീയമായ ഉണർവ് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ്. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനനേട്ടങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം വർദ്ധിക്കുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം ചില വ്യക്തികൾ നിങ്ങൾക്ക് നൽകാനുള്ള പണമാണ് എങ്കിലും തിരികെ ലഭിക്കാവുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനനേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ, ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളാണ് എങ്കിലും സംഭവിക്കാവുന്നതുമാണ്. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ ഒരു സമയം തന്നെയാണ്. സ്ഥിതിഗതികൾ അനുകൂലമായി തീരുന്ന സമയം. അത്യാധ്വാനം വേണ്ടിവരും എങ്കിലും അത് ധനനേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. കൂടാതെ പുതിയ സംവിധാനങ്ങൾ നിലവിൽ വരാവുന്നതായ സമയമാണ്. കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പൊരുത്തപ്പെടുവാൻ സാധിക്കും. വിദ്യയിൽ ഏകാഗ്രത വന്നു ചേരുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ, ധനനേട്ടങ്ങൾ, ഉയർച്ച വന്നു ചേരാം. കടബാധ്യതകൾ പോലും ഭാഗികമായി പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആരോഗ്യ സംരക്ഷണത്തിൽ അലംഭാവം പാടുള്ളതല്ല. കൂടാതെ കടം വാങ്ങി വ്യാപാരം പുഷ്ടിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായ ഒരു സമയമായി തന്നെ മാറാം. ശുഭവാർത്തകൾ തേടിയെത്തുക. അത് ജോലിക്കാര്യവുമായി ബന്ധപ്പെട്ട് പോലുമാകാം. താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. കലഹ സാധ്യതകൾ ഉണ്ടാകും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല സമയങ്ങളിലും സംയമനം പുലർത്തുകയും അത് നിങ്ങൾക്ക് ഗുണമായി ഭവിക്കുകയും ചെയ്യും. സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരുങ്ങി എന്ന് വരാം. കലാമേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരുക. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് എങ്കിലും സംഭവിക്കാം. നിങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിക്കുന്നതായ സമയമായി തന്നെ മാറാം. ബാങ്ക് വായ്പ അല്ലെങ്കിൽ മറ്റ് വായ്പകൾ ലഭിക്കുക, കൈവായ്പകൾ തിരികെ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് എങ്കിലും സംഭവിക്കാം. കൈകളിലേക്ക് പണം വന്നു ചേരുന്ന ഒരു സമയമായി തന്നെ മാറും. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ ഒരു സമയം തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ടും ലാഭം വന്നു ചേരാം. എന്നാൽ ചില തീരുമാനങ്ങൾ തെറ്റുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിൽ ചില അവസരങ്ങളിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് വരാം. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ആവശ്യമായ വസ്തുക്കൾ വാങ്ങുക.
അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ വാങ്ങുക. കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങളാണ് എങ്കിലും വന്നു ചേരാം. ഈ സമയം വാഹനങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. സന്തോഷം കൂടുതലായും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയമാണ്. കടബാധ്യതകൾ ഒഴിവാക്കുവാൻ സാധിക്കുന്ന സമയമാണ്. തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിർബന്ധ ബുദ്ധി ഉപേക്ഷിക്കേണ്ടതായ ഒരു സമയം തന്നെയാണ്. വാക്കുകളിൽ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അപ്രതീക്ഷിതമായ ധനപരമായ സഹായങ്ങൾ, മറ്റ് സഹായങ്ങൾ ലഭിക്കാവുന്നതായ സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം കണക്കുകൂട്ടലുകൾ അനുകൂലമായി തന്നെ ഭവിക്കാവുന്നതാണ്. കൂടുതൽ ചുമതലകൾ വന്നു ചേരുക, കാര്യനിർവഹണം ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വെല്ലുവിളികൾ ശരിയായ രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രണയികൾക്കും അനുകൂലം തന്നെയാണ് സമയം. ധനാഗമം വന്നു ചേരുന്ന സമയമാണ്. സുഗമമായി തന്നെ വന്നു ചേരാം. തടസ്സങ്ങൾ തരണം ചെയ്യാൻ സാധിക്കും. വിനോദയാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സുഖാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം ധന നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാകുന്നു. രേവതി നാളുകാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്ന ഒരു മാസം തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. എന്നാൽ തീരുമാനങ്ങൾ ആലോചിക്കാതെ എടുത്താൽ അത് നിങ്ങൾക്ക് നഷ്ടമായി ഭവിക്കാം. ബന്ധങ്ങൾ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കും. വരുമാന മാർഗത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. മത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ, ബോണസ് തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുക. അപ്രതീക്ഷിതമായ ധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് ധന നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കടം വാങ്ങിയാണ് എങ്കിലും ബിസിനസ് വിപുലീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് വരാം. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയം തന്നെയാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് യാത്രകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരുക. ശുഭവാർത്തകൾ തേടിയെത്തുക. വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വെല്ലുവിളികൾ പലതും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പുഷ്ടിപ്പെടുന്നതായ സമയം തന്നെയാണ് ഇത്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സംയമനം പുലർത്തുവാൻ സാധിക്കുകയും അത് അനുകൂലമായി തീരുകയും ചെയ്യും. പരിശ്രമങ്ങൾ വിജയം കാണുന്നതായ സമയമാണ്. തൊഴിൽ രംഗത്താണ് എങ്കിലും ഉയർച്ച വന്നു ചേരുന്ന സമയമാണ്. പ്രതീക്ഷിച്ചതായ സഹായം ലഭിക്കാവുന്നതായ സമയമാണ്. ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധിക്കും. വായ്പ, ബാങ്ക് വായ്പ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. കൈവായ്പകൾ പോലും ലഭിക്കാവുന്നതായ സമയമാണ്. നിങ്ങൾ നൽകിയിരിക്കുന്നതായ പണം തിരികെ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ഈ സമയം പല വിധത്തിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക. കുടുംബജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക. ആഗ്രഹിക്കുന്നതായ പല വസ്തുക്കൾ വാങ്ങുക, വാഹനങ്ങൾ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയം തന്നെയാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ധന നേട്ടങ്ങൾക്ക് അനുകൂലമായ അവസരം തന്നെയാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഈ പരാമർശിച്ചിരിക്കുന്നതായ ഫലങ്ങൾ എല്ലാം തന്നെ പൊതുഫലപ്രകാരം മാത്രമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം.